അപ്പോൾ ശോഭാ സുരേന്ദ്രൻ BJPയുടെ ഒരു എന്താ പറയുക താര കാൻഡിഡേറ്റായിട്ടുള്ള ശോഭാ സുരേന്ദ്രൻ, അവരുടെ ഒരു ചെറുപ്പകാലം 20കളിലൊക്കെ അവരെ കണ്ടിട്ടുള്ളവർക്കറിയാം, വളരെ പ്രകോപനപരമായിട്ടുള്ള പ്രസംഗങ്ങളിലൂടെയാണ് അവർ ശ്രദ്ധ പിടിച്ചു പറ്റുന്നത്. അവർ എടപ്പാള് പൊന്നാനി മേഖലയിലാണ് അവരുടെ ഒരു വിദ്യാർത്ഥി കാലഘട്ടം. അവർ വടക്കാഞ്ചേരി ഭാഗത്തു നിന്നാണ് തോന്നുന്നു, പക്ഷെ ഇപ്പോൾ എടപ്പാള് മൂക്കുതല ഭാഗത്താണ് അവർ താമസിക്കുന്നത്. അപ്പോൾ അവരുടെ എടപ്പാളിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അവിടുന്ന് വന്നിട്ടുള്ള ഒരു 1-2 നേതാക്കളുണ്ട്, വനിതാ നേതാക്കൾ. BJPയുടെ ഏറ്റവും എന്താ പറയുക, ഇതുപോലെ തന്നെ വളരെ ബോൾഡായിട്ടുള്ള നേതാക്കൾ വന്നിട്ടുള്ള ഒരു സ്ഥലമാണ്. അതിലൊരാൾ പേര് M. ദേവകി അമ്മ. പക്ഷെ ഒരുപക്ഷെ പുതിയ BJP ആളുകൾക്ക് തന്നെ ഓർമ്മ ഉണ്ടാവില്ല. പക്ഷെ ജനസംഘത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷയായിട്ട് പ്രവർത്തിച്ചിരുന്ന ആളാണ്. പിന്നീട് അതുപോലെ തന്നെ TP വിനോദിനി അമ്മ. അപ്പോൾ അങ്ങനെ വലിയ നേതാക്കൾ വന്നിട്ടുള്ള, വനിതാ നേതാക്കൾ വന്നിട്ടുള്ളൊരു സ്ഥലമാണത്. അതിൻ്റെ കാരണം ഈ വള്ളുവനാടൻ മേഖലയാണ്. വള്ളുവനാടൻ മേഖലയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ശുഗോരം ഗ്രാമം, ഒരു ബ്രാഹ്മണ ഗ്രാമത്തിൻ്റെ ഒരു സംഗതി ഉണ്ട്. അപ്പം അങ്ങനത്തെയൊക്കെ ഒരു പ്രത്യേക സാഹചര്യം ഉള്ളതുകൊണ്ടായിരിക്കാം അങ്ങനത്തെ വനിതാ നേതാക്കൾ കാര്യമായിട്ട് BJPക്ക് അവിടെ നിന്ന് വന്നിട്ടുണ്ട്. അവരുടെ ഒരു പിൻഗാമിയായിട്ട് വേണമെങ്കിൽ ശോഭാ സുരേന്ദ്രനെ പറയാം. പക്ഷേ ഒരു വ്യത്യാസമുള്ളത്, ശോഭാ സുരേന്ദ്രൻ അവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു പോപ്പുലർ ആയത് മാത്രമല്ല, അവരുടെ ഒരു എന്താ പറയുക, സാമുദായിക ഘടനയിൽ അവരൊരു ഈഴവ വിഭാഗത്തു നിന്ന് വരുന്ന ആളാണ്. ആ ഒരു സംഗതി ഒരു വ്യത്യാസമായിട്ട് പറയാവുന്നതാണ്. അപ്പോൾ അവരുടെ 20കളിലുള്ള അവരുടെ പ്രായത്തിൽ ഉള്ള ആ ഒരു പ്രായത്തിലുള്ള അവരുടെ പ്രസംഗങ്ങൾ അങ്ങേയറ്റത്തെ പ്രകോപനം നിറഞ്ഞ പ്രസംഗങ്ങളായിരുന്നു. അങ്ങനെയാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. പ്രകോപനം എന്ന് പറഞ്ഞാൽ വലിയ പോലീസ് സന്നാഹങ്ങളും ഇടിവണ്ടിയൊക്കെ ആയിട്ട് പോലീസ് വന്നു നിന്ന് അങ്ങനെയാണ് പ്രസംഗങ്ങളൊക്കെ നടന്നിരുന്നത്. അതിന് മറുപടി പറയാൻ സത്യത്തിൽ അന്ന് ആരും ഉണ്ടായിരുന്നില്ല. ആരും അതേ നാളെ നിൽക്കാറില്ലായിരുന്നു. പക്ഷെ ഇവരൊന്ന് പ്രകോപന പ്രസംഗം നടത്തി പോകും. DYFIക്കാർ ആരെങ്കിലും ഒക്കെ കൊണ്ടുവരും. അവരൊക്കെ സാധാരണ ഒരിക്കലും അങ്ങനത്തെ ആ ഒരു പ്രകോപനത്തിലേക്ക് പോകാൻ പറ്റുന്ന ശേഷിയുള്ളവരാണ്. AP അഹമ്മദൊക്കെയാണ് വന്നിരുന്നത്. AP അഹമ്മദ് അത്യാവശ്യം ആവേശോജ്വലമായിട്ട് പ്രസംഗിക്കും, പക്ഷെ പ്രകോപനത്തിന്റെ തലത്തിലേക്ക് പിടിക്കാറില്ല. AP അഹമ്മദ് ഇപ്പോൾ ഒരു ദേശീയ മുസ്ലിം ലൈനിലാണെന്നൊക്കെയാണ് ആരോഗ്യപ്പെടുന്നത് മാറിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു ശക്തയായിട്ടുള്ള നേതാവായിട്ട് അങ്ങനെയാണ് ഈ രൂപത്തിലേക്ക് മാറി വന്നത്, വളർന്നു വരുന്നത്. പറയുമ്പോൾ ഈ കേരളത്തിലെ BJP നേതാക്കളുടെ നമുക്ക് ഒരു പട്ടിക തന്നെ ആദ്യത്തെ 5 ആളുടെ പേര് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും പറയാൻ പറ്റുന്ന പേര് ശോഭാ സുരേന്ദ്രൻ. വനിതകൾ പറഞ്ഞ ഫസ്റ്റ് ഇപ്പോൾ പറഞ്ഞ ഈ ദേവകി അവരുടെ പേരുകളൊന്നും ഇപ്പം ആർക്കും അറിയുന്നില്ല. ഇപ്പോഴത്തെ BJPയുടെ വനിതാമുഖം അത് ശോഭാ സുരേന്ദ്രൻ തന്നെയാണ്. പിന്നെ ഹിന്ദു ഐക്യവേദിയിലൊക്കെ പോകുമ്പോഴാണ് ശശികല ടീച്ചർ എന്നുള്ള ആ പേരുകളൊക്കെ പോകാം. BJPയിൽ അത് ശോഭാ സുരേന്ദ്രൻ തന്നെയാണ്. ഈ പറഞ്ഞ പോലെ ഇപ്പം സുധീർ പറഞ്ഞാൽ തന്നെ അവർ വന്ന രീതി, ആ പ്രകോപന പ്രസംഗം പാർട്ടിക്കുള്ളിലും കലയിക്കുന്ന നേതാവായിട്ടാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. അത് ഒരുപക്ഷെ പിന്നെ അവർക്ക് അർഹപ്പെട്ട സ്ഥാനങ്ങൾ കിട്ടുന്നില്ല എന്നൊരു നരേഷൻ എടുത്തിട്ടുണ്ട്. ഈ കെ സുരേന്ദ്രനൊക്കെ അധ്യക്ഷനാകുന്ന സമയത്ത് തന്നെ കെ സുരേന്ദ്രൻ, ശോഭാ സുരേന്ദ്രൻ 2 പക്ഷങ്ങൾ തമ്മിലുള്ള അടിയൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ഇടക്ക് ശോഭാ സുരേന്ദ്രൻ പാർട്ടി വിടുമ്പോൾ എന്നുള്ള ചർച്ചകളൊക്കെ ഇടക്കാലത്ത് അങ്ങനെ വന്നിരുന്നു. പക്ഷെ അവർ സ്റ്റാൻഡൊന്നും ക്ലിയർ ആയിരുന്നു. അവരവരുടെ നിലപാടിൽ ഉറച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം പറഞ്ഞാൽ തന്നെ ആ പഴയ പ്രകോപനപരമായ പ്രസംഗം അന്ന് അവർക്കൊരാളെ കൂട്ടാൻ വേണ്ടി പറ്റിയിരുന്നു. അത് ഇപ്പോഴും ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലേക്ക് വരുന്ന സമയത്ത് അത് ക്രൗഡ് പുള്ളറായിട്ട് മാറണം. ഏത് മണ്ഡലത്തിലേക്ക് എത്തിയാലും അവിടെ ഒരാളെ കൂട്ടാനുള്ള ശേഷി ശോഭാ സുരേന്ദ്രനുണ്ട്. ആളെ കൂട്ടുന്നത് മാത്രമല്ല, 2 പക്ഷത്തിന് സൃഷ്ടിക്കാനുള്ള ഒരു കഴിവ്. ഒരു ഇതിൽ നമ്മളിപ്പോൾ സാധാരണ ഒരു നേതാവിന്റെ പ്രസംഗത്തിൽ എല്ലാവരും 2 പക്ഷം ആവണം എന്നില്ല. നിഷ്പക്ഷരായിട്ട് നിൽക്കാം, നിസ്സംഗരായിട്ട് നിൽക്കാം, പല വഴികളുണ്ട്. പക്ഷെ ഇവരുടെ പ്രസംഗം കേട്ട് നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ച് 2 വഴികളേ ഉണ്ടാവുള്ളൂ. ഒന്നുകിൽ അവരുടെ കൂടെ നിൽക്കുക, അല്ലെങ്കിൽ അവർക്കെതിരെ നിൽക്കുക. ഇത് ഭയങ്കരമായൊരു കഴിവാണ്. അതുകൊണ്ട് തന്നെ അവർ വരുന്ന വേദി ഒരു ഓളം സൃഷ്ടിക്കാൻ ഭയങ്കര. ഇപ്പം പറഞ്ഞാൽ പിന്നെ നേരത്തെ പറഞ്ഞാൽ തന്നെ അന്ന് ഇപ്പം നിങ്ങൾ പറഞ്ഞു പണ്ടുകാലത്തെ പ്രസംഗത്തിൽ അങ്ങനെ മറുപടി പറയുന്ന ആൾക്കാരില്ല, അല്ലെങ്കിൽ നിൽക്കാറില്ലാണ്. ഇപ്പം നമുക്ക് കേരളത്തിലെ സ്ത്രീ നേതാക്കളെ നോക്കിക്കഴിഞ്ഞാൽ ശോഭാ സുരേന്ദ്രനെ പോലെ ഇങ്ങനെ സംസാരിക്കുന്നത് അത് നമ്മൾ പറയും BJPക്കാർക്ക് അതിനുള്ള ലൈസൻസ് ഉണ്ട് എന്നൊരു നിർദ്ദേശം വരാറുണ്ട്. ഇടക്കാലത്ത് നെഗറ്റീവ് പബ്ലിസിറ്റി ഒക്കെ പറയുമ്പോൾ ചാനൽ ചർച്ചകൾ വന്ന് പറയുമ്പോൾ പറയാറുണ്ട്. പക്ഷെ അങ്ങനെ പറയുമ്പോൾ നമ്മളിപ്പോൾ കേരളത്തിലെ ഒരു നേതാക്കളെ പറഞ്ഞാൽ ഇപ്പം ഫസ്റ്റത്തെ പേര് KK ശൈലജ ടീച്ചർ ആയിരിക്കും. പക്ഷെ ഈ പറഞ്ഞ അത് ക്രൗഡ് പുള്ളറാണ് ടീച്ചർ അമ്മ എന്നൊരു മറ്റൊരു തലത്തിലേക്ക് വരുമ്പോൾ ആ ഒരു ഇതുണ്ട്. പക്ഷെ നേരെ മറിച്ചുള്ളത് ഇപ്പോൾ രണ്ടും 2 രീതിയിൽ
രീതിയിൽ പോകുന്ന ആൾക്കാരാണ്. പക്ഷേ നമ്മൾ ഈ പറയുമ്പോൾ ഒരു BJP ഇതിൽ പറയുമ്പോൾ ഒരു യൂത്തിനെ പിടിക്കാൻ അല്ലെങ്കിൽ എല്ലാവരെയും ആകർഷിക്കാൻ പറ്റുന്ന ഒരു ഇതായിട്ട് അവരെ യൂത്ത് പറഞ്ഞാൽ എല്ലാ വിഭാഗത്തിനും ഒന്നല്ല, ഈ BJPക്കുള്ള പിന്നെ അവരെ ഒരു ആവേശം കൊള്ളിക്കാൻ ശ്വാസം പറ്റാറുണ്ട്. അത് വോട്ടിലേക്ക് എത്തുമ്പോൾ നമ്മളിപ്പോൾ ഒരു 2011 നിനക്ക് പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രത്തിലേക്ക് ആരംഭിക്കുന്നത്. അന്ന് തൊട്ട് തന്നെ ഈ വരുന്ന മണ്ഡലങ്ങളിലെല്ലാം BJPയുടെ വളർച്ചകൾ നമ്മൾ കാണണം. ഓരോ പ്രാവശ്യം BJP വളർന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. ആ വളർച്ചയുടെ വോട്ട് ആനുപാതികമായി കിട്ടും. എങ്കിൽ കൂടി അതിനേക്കാൾ ഒരു വേഗത ഉണ്ടോ എന്നൊക്കെ സംശയമുണ്ട്. ഇവർ നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഗോൾ ഉണ്ടാക്കുന്നു. ഇപ്പം നമ്മൾ സംസാരിക്കുന്ന തന്നെ പാലക്കാട് തെരഞ്ഞെടുപ്പാണ്. പാലക്കാടിലെ ശോഭ ജയിച്ചു കഴിഞ്ഞു എന്ന് പറയുന്ന ഒരു നരേഷൻ ഇപ്പം നിൽക്കുന്നുണ്ട്. പക്ഷെ അടുത്ത സാഹചര്യം നമുക്കറിയാം, തദ്ദേശ തെരഞ്ഞെടുപ്പിനെ വെച്ച് നോക്കിയാൽ BJP 3ാം സ്ഥാനത്താണുള്ളത്. UDF ഒന്നാമത്, രണ്ടാമത് പിന്നെ LDF, മൂന്നാമതാണ് BJP. അത് UDFും LDFും തമ്മിൽ വ്യത്യാസം 6000 വോട്ടിന് വ്യത്യാസമുണ്ട്. LDFും BJP തമ്മിൽ ഒരു 6000 വോട്ടിന് വ്യത്യാസമുണ്ട്. എങ്കിൽ കൂടി അതായത് ഒരു 10-12,000 വോട്ടിന് പിന്നിൽ നിൽക്കുന്ന BJP ആണ് ഇപ്പം ജയിച്ചു നമ്മൾ പറയുന്നത്. കാരണം അതിന് മറ്റൊരു ഘടകം, ഈ രണ്ട് എതിർ സ്ഥാനാർത്ഥികൾ രണ്ടുപേര് പ്രത്യക്ഷമായി രാഷ്ട്രീയത്തിലുള്ളവരല്ല. കോൺഗ്രസിന്റെ രാകേഷ് പിഷാരടി കോൺഗ്രസ്സുകാരനാണെന്ന് അറിയാമെങ്കിലും ഒരു സിനിമാക്കാരനാണ്. NMRS ഒക്കെ ഒരു വ്യവസായിയും അടുത്ത ജനകീയനാണെന്ന് പറയെങ്കിലും രാഷ്ട്രീയത്തിലില്ല. പക്ഷെ ആ രാഷ്ട്രീയം പറഞ്ഞ് വോട്ട് പിടിക്കാൻ വരുന്നത് ശോഭ സുരേന്ദ്രന് മാത്രമാണെന്ന് പറയേണ്ടി വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ശോഭ ജയിച്ചു കഴിഞ്ഞു എന്നുള്ള നരേഷൻ വരുന്നുണ്ട്. പക്ഷെ അങ്ങനെ ശരിക്കും ഒരു പിന്നെ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ വോട്ട് കൂട്ടുന്നതാണോ? ഇതില് സംഗതി എന്താന്ന് വെച്ചാല്, പാലക്കാട് ഇപ്പോ മണ്ഡലത്തിലെ കാര്യം തന്നെ എടുക്കാം. പാലക്കാട് എടുക്കുമ്പോൾ കാണാൻ കഴിയുന്ന ഒരു കാര്യം, അവര് വന്നതുകൊണ്ട് മാത്രം ഒരുപാട് വോട്ട് കൂടുന്നു, അവർ വന്നിട്ട് ഓരോ മണ്ഡലത്തിലെ വോട്ട് കൂടുന്നു എന്നുള്ള ഒരു പൊതു നരേഷനാണുള്ളത്. പക്ഷേ പാലക്കാട് ആദ്യത്തെ തെരഞ്ഞെടുപ്പ് തന്നെ നോക്കിയാൽ 2004 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് എടുത്താൽ അതിൽ C. ഉദയഭാസ്കറാണ് പാലക്കാട് അവർക്ക് വേണ്ടി BJPക്ക് വേണ്ടി മത്സരിക്കുന്നത്. അന്ന് 1.5 ലക്ഷത്തോളം വോട്ട് പുള്ളി പിടിച്ചു. അധികം പിടിച്ചിട്ടുണ്ടായിരുന്നു. അതിന് തൊട്ട് മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 87,000 സംതിങ് ആണ് പിടിച്ചിരുന്നത്. ഏതാണ്ട് ഒരു ഇരട്ടിയുടെ അടുത്ത് അങ്ങേര് തന്നെ വർദ്ധിപ്പിച്ചു. അതൊരു സ്റ്റാർ കാൻഡിഡേറ്റ് എന്നൊന്നും പറയാൻ പറ്റാത്ത അങ്ങനത്തെ ഒരു കക്ഷി വന്നിട്ട് തന്നെ, അതായത് അവിടെ ഒരു വളക്കൂറുള്ള മണ്ണായി കഴിഞ്ഞിട്ടുണ്ട്. ആ മണ്ണിലേക്കാണ് ഈ തരത്തിൽ വോട്ട് വർദ്ധിച്ചതോട് കൂടിയിട്ടാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ അവിടെ വരുന്നത്. ഇത് വർദ്ധിച്ചതുകൊണ്ട് കൂടിയാണ് കാൻഡിഡസി അവിടെ വരുന്നത്. അതില് സ്വാഭാവികമായിട്ട് വലിയ തോതിൽ വീണ്ടും വോട്ട് കൂടുന്നുണ്ട്. അപ്പോൾ അതിനെ വെച്ചിട്ട് ശോഭാ സുരേന്ദ്രൻ വലിയ തോതിൽ വോട്ട് കൂട്ടി എന്ന് പറയുന്നതിൽ വലിയ ഒരു അർത്ഥം തോന്നുന്നു. പിന്നെ അതുപോലെ തന്നെ 2009 CK പത്മനാഭൻ നിന്നപ്പോൾ 68,804 വോട്ടായിട്ട് വീണ്ടും താഴേക്ക് പോയി. ശോഭയ്ക്ക് ശേഷം പിന്നീട് താഴേക്ക് പോയി. അതിന്റെ കാരണം എന്താ വെച്ചാൽ സതീശൻ പാച്ചേനി നിന്നും ശക്തമായിട്ടുള്ള മത്സരം നടന്നു. കോൺഗ്രസിന് നഷ്ടപ്പെട്ട വോട്ടുകൾ അവർ തിരിച്ചു പിടിച്ചു. പിന്നീട് 2014 തെരഞ്ഞെടുപ്പിലാണ് ശോഭാ സുരേന്ദ്രൻ വീണ്ടും വരുന്നത്. 1,36,000 സംതിങ് വോട്ടുകൾ വീണ്ടും തിരിച്ചു പിടിച്ചു. ഇതിന്റെ പല കാരണങ്ങളും ഒന്നെന്താന്ന് വെച്ചാൽ, ഒരു UDFന്റെ കാൻഡിഡേറ്റ് ആയിട്ട് വന്ന് വീരേന്ദ്രകുമാർ LDFന്ന് ചാടിക്കളിക്കുന്ന ആ ഒരു പ്രശ്നം, ഭയങ്കരമായിട്ടുള്ളൊരു വിരുദ്ധ വികാരം ഉണ്ടായിരുന്നു. ഇങ്ങനെക്കെതിരെ ഇങ്ങരുടെ തന്നെ ചില സ്ഥാപനങ്ങളിൽ നിന്നുള്ള കാൻഡിഡേറ്റ്സ് വന്നു. അങ്ങനത്തെ വിഷയങ്ങളൊക്കെ വന്ന് അങ്ങനത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് പിടിക്കുന്നത്. പിന്നീട് അതിനുശേഷം 2019 തെരഞ്ഞെടുപ്പ് C. കൃഷ്ണകുമാർ വന്നു. അദ്ദേഹം വലിയ തോതിൽ വോട്ട് വീണ്ടും ഉയർത്തി. 2,18,000 വോട്ടിലേക്ക് അദ്ദേഹം ഉയർത്തി. അപ്പോൾ അത് ശോഭാ സുരേന്ദ്രന് ശേഷം വന്നിട്ട് ശോഭയേക്കാൾ വോട്ട് പിടിക്കാൻ പറ്റി, വലിയ തോതിൽ ഉയർത്താൻ പറ്റി. മാത്രം ഒരു നേട്ടമല്ല, ശോഭയ്ക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യമല്ല. കൃഷ്ണകുമാർ ഇപ്പൊ നമുക്ക് പാലക്കാട്ടെ ഒരു നേതാവാണ്. നമ്മളെ സംബന്ധിച്ച് പുറത്ത് ശോഭയെ പോലെ നമ്മളങ്ങനെ കാണുന്ന നേതാവല്ല. സ്റ്റിൽ അയാൾ നല്ലൊരു ഇതിൽ വോട്ട് പിടിച്ചു. അപ്പൊ ആ തരത്തില് നോക്കുമ്പോൾ ശോഭാ സുരേന്ദ്രന് അങ്ങനെ ഒരു പ്രത്യേകമായിട്ട് ഉള്ള വലിയ ഇതുണ്ടെന്ന് പറയാൻ കഴിയില്ല. ഇപ്പം മറ്റു മണ്ഡലങ്ങളിൽ ഇപ്പോൾ പാലക്കാടിന് പുറത്ത് അവരിപ്പം നമ്മൾ മറ്റൊരു നരേഷൻ ഇപ്പോൾ ഉള്ളത്, ശോഭാ സുരേന്ദ്രൻ ഒരു മണ്ഡലത്തിൽ വോട്ട് പിടിച്ചാൽ ഇപ്പം ഒരു കഴിഞ്ഞൊരു 3-4 തെരഞ്ഞെടുപ്പായിട്ട് ഇപ്പം ഇത് കഴിഞ്ഞ ആറ്റിങ്ങിലേക്ക് പോകുന്നു, അവിടെ നിന്ന് ആലപ്പുഴ വരുന്നു, അങ്ങനെ പല മണ്ഡലങ്ങളിൽ ഇപ്പം ശോഭയ്ക്ക് തുടർച്ചയായ ഒരു മണ്ഡലം കൊടുത്താൽ അവിടെ ജയിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ BJP നേതൃത്വം അതിന് തയ്യാറാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവർക്കെതിരെ ഒരു പിന്നെ ഇവർ ഒതുക്കാൻ നോക്കുന്നുള്ളൊരു നരേഷൻ ഉണ്ടല്ലോ, അതിൽ പറയുകയാണ് ഇപ്പം ആറ്റിങ്ങിൽ ഇവർ വോട്ട് പിടിക്കുന്നു, അടുത്ത തെരഞ്ഞെടുപ്പിൽ അവിടെ നിന്ന് മാറ്റുന്നു, ആലപ്പുഴ വോട്ട് പിടിക്കുന്നു, അവിടുന്ന് മാറ്റുന്നു. അങ്ങനെ ഒരു ഇപ്പം സുരേന്ദ്രനും മഞ്ചേശ്വരം കൊടുക്കാറുണ്ട് BJP.
അതെ. ഇപ്പൊ കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പായിട്ട് സ്ഥിരമായിട്ട് കൊടുക്കുന്നുണ്ട്. അവിടെ 89 വോട്ടിന് തോറ്റ അവസ്ഥയുണ്ട്. നമുക്കറിയാം അതിന് ഇപ്പൊ കഴിഞ്ഞ വർഷം 775 വോട്ടിന് മറ്റു 2024 ജയത്തോളം പോകുന്ന വിജയങ്ങൾ ഒരു പ്രകടനം നടത്താൻ പറ്റുന്നുണ്ട്. കാരണം അത്രയും അവസരങ്ങൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ ശോഭയ്ക്ക് ഒരു മണ്ഡലം ഇവർ കൊടുക്കുന്നില്ല. അങ്ങനെ കൊടുത്താൽ നേരത്തെ ജയിച്ചു പോയനെ അത് BJP നേതൃത്വം ചെയ്യുന്നില്ല എന്നൊരു നിരീക്ഷണമുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഈ പറഞ്ഞ നമ്പറും വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു അതിലൊരു സാധ്യത നമുക്ക് തള്ളിക്കളയാനൊന്നും പറ്റില്ല. കാരണം അവർക്കെതിരെ വലിയ മൂവ് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം അവരുടെ പോപ്പുലാരിറ്റി അത്രയും ഹെവിയാണ്. അത് സഹിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒതുക്കാൻ വേണ്ടി ഈ പറഞ്ഞ വ്യക്തി ആരാധനക്കെതിരെ എല്ലായിടത്തും നടക്കുന്ന പരിപാടി നടക്കുന്നത് വലിയൊരു പോപ്പുലാരിറ്റി ഉള്ള കക്ഷിയാണ്. അവർക്ക് സ്വന്തമായിട്ട് ഫാൻ ബേസ് ഉള്ള കേരളത്തിൽ നിന്ന് BJPയുടെ ദേശീയ നിർവാഹക സമിതിയിലെത്തിയ ആദ്യത്തെ വനിത കൂടിയാണ് ശോഭാ സുരേന്ദ്രൻ. അതെ അതെ അതെ. അവര് LK അദ്വാനി നേരിട്ട് വന്ന് ക്ഷണിച്ച് അങ്ങനെയൊക്കെ ഉണ്ടായ ഒരു സംഭവങ്ങളുണ്ട്. ആ സമയത്ത് ഭയങ്കര വലിയൊരു ഫാൻ ബേസ്. പിന്നെ മറ്റ് മണ്ഡലങ്ങളിലേക്ക് വന്നാല് ഇപ്പൊ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ശോഭ അതുപോലെ വോട്ട് ഉയർത്തിയിട്ടുണ്ട്. പക്ഷെ അതിൽ ശ്രദ്ധിച്ചാൽ അറിയാം 2009 NDAയുടെ തോട്ടക്കാട്ട് ശശി 47,620 വോട്ട് നേടിയിരുന്നു. ഇത് തൊട്ടടുത്ത ഇതില് 2014 90,000 സംതിങ് ആയിട്ട് ഉയർത്താൻ അവർക്ക് കഴിഞ്ഞു. അത് ഗിരിജാകുമാരി എന്നിട്ടാണ് ആ തോതിൽ ഉയർത്താൻ കഴിഞ്ഞു. അതെ, ഇരട്ടിയാക്കിയിട്ടുണ്ട്. അത് അങ്ങനെ ഒരു മണ്ഡലത്തിലേക്കാണ് പിന്നീട് ശോഭാ സുരേന്ദ്രൻ വരുന്നത്. അതെ, ഇരട്ടിയാക്കി അങ്ങനത്തെ വളക്കൂർ ഒരു ചവിട്ടി നിൽക്കാൻ വരുന്ന മണ്ഡലത്തിൽ അത് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞിട്ടാണ് പിന്നീട് ഒരു സ്റ്റാർ കാൻഡിഡേറ്റ് ആയിട്ട് വരുന്നത്. ഒരു സ്വാഭാവികമായിട്ട് ഉയർത്തി 2 ലക്ഷത്തി സംതിങ് ആയിട്ട് അവർ അല്ല. ഇപ്പൊ ഈ നമ്മൾ ഈ പറഞ്ഞ പോലെ അവർ അത്ര ഒരു കഴിവുള്ള നേതാവായിരുന്നെങ്കിൽ ജയത്തിലേക്ക് എത്തിക്കേണ്ട മണ്ഡലം അങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ പിന്നെ അത് മാത്രമല്ല പിന്നീട് നിന്നിട്ട് മുരളീധരൻ നിന്നിട്ട് അത് 3 ലക്ഷത്തി സംതിങ് ആയിട്ട് ഉയർത്തുന്നുണ്ട്. അതെ അതെ, വീണ്ടും പിടിച്ചു. അപ്പൊ അത് അവർക്ക് നല്ല വളർച്ചയാണ് കാണിക്കുന്നത്. അതില് സ്വാഭാവികമായിട്ട് ഒരു സ്റ്റാർ കാൻഡിഡേറ്റ് ആയതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള വോട്ടുകൾ കുറച്ച് കൂടുന്നുണ്ടാവും. അത് ഇവർക്ക് മാത്രമല്ല, അത് കൃഷ്ണകുമാർ നിൽക്കുമ്പോഴും കൂടുന്നുണ്ട്, മുരളീധരൻ നിൽക്കുമ്പോഴും കൂടുന്നുണ്ട്. അവർക്ക് മാത്രമായിട്ട് ഉള്ള എന്തോ ഒരു പ്രത്യേക കഴിവായിട്ട് നമുക്ക് ഒരിക്കലും കാണാൻ കഴിയില്ല. ഇതൊക്കെ ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. നിയമസഭ അതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ കഴക്കൂട്ടത്ത് 2011 7,000 സംതിങ് വോട്ടാണ് ഉണ്ടായിരുന്നത് BJPയുടെ JR പത്മകുമാറിന്. 2016 42,000 സംതിങ് ആയിട്ട് മുരളീധരൻ ഉയർത്തി. അത് ഒരു 25% ഒക്കെ വളർച്ചയാണ് ഉണ്ടായത്. അത് കഴിഞ്ഞിട്ട് 2021 അത് 40,000 സംതിങ് ആയിട്ട് കുറയാണ്ടായത്. വോട്ട് കുറയാനുണ്ടായത്. അതുപോലും പിടിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അപ്പൊ അവർക്ക് പല കാരണങ്ങൾ ആ സമയത്ത് പല സാഹചര്യങ്ങളും പറയാം. പക്ഷേ ഇവരുടെ ഈ ഒരു നരേഷൻ വെച്ച് നോക്കുമ്പോൾ ഇത് കുറയ്ക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ നരേഷന് വലിയ പ്രശ്നമുണ്ട്. പക്ഷെ പൊതുവിൽ അങ്ങനത്തെ ഒരു നരേഷൻ എനിക്ക് തോന്നുന്നു BJP നേതാക്കളും പിന്നെ ഇവരുടെ ഫാൻ ബേസ് ഫാൻ ഗ്രൂപ്പുകളും പ്രചരിപ്പിക്കുന്നതാണെന്ന് തോന്നുന്നു. അല്ല, ഈ പറഞ്ഞാൽ ഇപ്പം ഈ പാലക്കാടേക്ക് നമുക്ക് വീണ്ടും വരാം. അപ്പൊ ഈ നമ്മൾ ഇപ്പൊ പറഞ്ഞത് ഞാൻ ആദ്യം പറഞ്ഞു ശോഭ ഏകദേശം ജയിച്ചു എന്നുള്ള നരേഷൻ ഉണ്ട്. അത് പറയുന്നതിന്റെ കാരണം ഈ പറഞ്ഞത് ശോഭ മത്സരിച്ചത് എല്ലായിടത്തും പോയിട്ട് വോട്ട് ഇരട്ടിയാക്കുന്നു, നന്നായിട്ട് വോട്ട് പിടിക്കുന്നത്. അതിപ്പോ ഈ കണക്ക് വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം അങ്ങനെ വോട്ട് പിടിച്ചിട്ടില്ല. BJPക്ക് സ്വാഭാവികമായിട്ടുള്ള വളർച്ച അതിന്റെ ഒരു ഗുണം മാത്രമേ അല്ലെങ്കിൽ അതിന്റെ തോത് മാത്രമേ ശോഭയ്ക്ക് ലഭിച്ചുള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോൾ പാലക്കാട് ഇപ്പം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വെച്ച് നോക്കുമ്പോഴേക്ക് അങ്ങനെ ഉറപ്പിക്കാൻ പറ്റുന്ന നേതാവൊന്നുമല്ല. ഈ പാലക്കാടിന്റെ നമുക്കറിയാം സാഹചര്യം നഗരസഭയിൽ BJPക്ക് വോട്ടുണ്ട്. അങ്ങനെ വന്നാലും ഈ പറഞ്ഞ പോലെ അങ്ങനെ ജയിച്ചു എന്ന് പറയുന്ന നരേഷൻ അത് BJPയെ സഹായിക്കാൻ വേണ്ടി ഉണ്ടാവുന്ന നരേഷൻ മാത്രമായിരിക്കുമല്ലേ. നല്ല ഫൈറ്റ് ഇപ്പോഴും ബാക്കിയുണ്ട് അവിടെ, അത്ര തന്നെ കാണാൻ കഴിയുള്ളൂ. അപ്പൊ ഈ പറഞ്ഞ പോലെ ഇപ്പൊ നമുക്ക് ഇനി പാലക്കാട് ഫൈറ്റ് ബാക്കിയുണ്ട്. രമേശ് പിഷാരടി കോൺഗ്രസ്സുകാരനാണ്, ഒരു സിനിമാ താരമാണ് വരുന്നെങ്കിൽ കൂടി അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാക്കിയ ചീത്തപ്പേരൊക്കെ മായ്ക്കേണ്ടതുണ്ട്. പിഷാരടിക്ക് എന്തായാലും കുറച്ചധികം പണിയെടുക്കേണ്ടതുണ്ട്. ഈ പറഞ്ഞ പോലെ ആദ്യം തന്നെ വന്നിട്ട് പിഷാരടിയും മറ്റേ ഷാഫിയും ഉണ്ടാക്കിയ ഇത് ചെയ്ത കാര്യങ്ങൾ തുടരുന്നു പറഞ്ഞപ്പോൾ തന്നെ ചോദിച്ചത് എന്താണ് തുടരുന്നത് എന്ന് പറഞ്ഞിട്ട് രാഹുലിന്റെ കേസാണ് എടുത്തിട്ടത്. അപ്പൊ അവിടെ വോട്ട് പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടും. NMRS ഒക്കെ ജനകീയനെങ്കിലും അവിടെ വോട്ട് പിടിക്കാനുണ്ടാവും. അപ്പൊ ശോഭക്ക് ദുർബലരായ രണ്ട് എതിരാളികളായി ഇപ്പൊ ലഭിച്ചിരിക്കുന്നത് ഈ പറഞ്ഞ കണക്കെല്ലാം വെച്ച് നോക്കുമ്പോൾ താരതമ്യേന ദുർബലരാണ്. പക്ഷെ NMRന്റെ കാര്യത്തിൽ നമ്മൾക്കൊരു തീരുമാനം സത്യത്തിൽ എത്താൻ കഴിയില്ല. കാരണം അങ്ങേരെ ജനകീയത എന്താ നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. അതെ, അത് ഇപ്പൊ നമ്മളിപ്പം മണ്ഡലത്തിലുള്ള റിപ്പോർട്ട് വെച്ച് നോക്കുമ്പോൾ ഞാൻ എന്റെ സുഹൃത്തുക്കളൊക്കെ സംസാരിക്കാൻ പറഞ്ഞത് പാലക്കാടുകാർക്ക് പുറത്തുള്ളവർക്ക് NMRS ഒക്കെ അറിയാണ്ടുള്ളൂ. പാലക്കാടുകാർക്ക് അധികം ചാരിറ്റി പ്രവർത്തനങ്ങൾ ഈ ഹോട്ടലും ഇപ്പം പറഞ്ഞ ബിരിയാണി കൊടുത്താൽ വോട്ട് കിട്ടു വയ്ക്കുന്നുണ്ട്. പക്ഷെ അതല്ല, അവർ പറയുന്നത് ചാരിറ്റി പ്രവർത്തനമായാലും NMRS ആക്കുന്നത് അവിടെ എന്തൊരു ചാരിറ്റി എന്തൊരു ആവശ്യം വന്നാലും
ആൾക്കാർക്ക് സമീപിക്കാൻ പറ്റുന്ന ഒരാളാണ്. അയാൾ പിന്നെ ഇവർ പറഞ്ഞത് രാഷ്ട്രീയമായിട്ട് ബോധമുള്ളതാണ്. ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നോക്കുമ്പോൾ മാധ്യമങ്ങൾക്കെല്ലാം അഭിമുഖം കൊടുക്കുമ്പോൾ കൃത്യമായി രാഷ്ട്രീയം പറയുന്ന വ്യക്തിയായിട്ട് NMR ഒക്കെ മാറിയിട്ടുണ്ട്. ഏത് വിഷയത്തിലും CPM BJP ഡീലൊക്കെ വരുമ്പോൾ അദ്ദേഹം മറുപടി രാഷ്ട്രീയമായിട്ട് അങ്ങേത്തലക്കുള്ള മറുപടി അതാണ്. രമേശ് പിഷാരടി പലപ്പോഴും പരാജയപ്പെടുന്നത് അവിടെയാണ്. പിഷാരടി കൗണ്ടർ കൊണ്ട് പിടിച്ചേക്കാൻ നോക്കുമ്പോൾ രാഷ്ട്രീയപരമായിട്ട് അത്രത്തോളം ബോധ്യം ഉണ്ടെന്നതിൽ സംശയം വരുന്നുണ്ട്. പക്ഷെ NMR ഉണ്ട്. ഈ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 6000 വോട്ടിന് വ്യത്യാസം LDF UDF ഉള്ളൂ തദ്ദേശ തെരഞ്ഞെടുപ്പിന് കണക്ക് നോക്കുമ്പോൾ. ഇപ്പം ഈ വീട് സദസ്യൻ ഉൾപ്പെടെയുള്ളവർ സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് കണക്ക് വെച്ചിട്ടാണ് പല മണ്ഡലങ്ങളും പിടിക്കുന്നത്. അങ്ങനെ വന്നാൽ രമേശ് പിഷാരടിക്ക് ഒരു NMR റസാക്കിന് 6000 വോട്ട് മറികടക്കുക വലിയ പ്രശ്നമില്ല കേസല്ല. അവിടെ വരുമ്പോഴാണ്. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ ശോഭ സുരേന്ദ്രന്റെ കേസ് വരുമ്പോൾ ശോഭക്ക് ഈ നമ്മൾ ഇത്ര നാളുണ്ടായ ഹൈപ്പെല്ലാം വെച്ച് നോക്കുമ്പോൾ ശോഭ സുഖമായിട്ട് ജയിക്കുന്ന മണ്ഡലമാണ്. പക്ഷേ ഈ വോട്ട് കണക്കുകളും മറ്റും നോക്കുമ്പോൾ അറിയാം അവരങ്ങനെ സ്വന്തമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ലാണ്. പക്ഷേ ജയിക്കാൻ പറ്റുമെങ്കിൽ ശോഭയ്ക്ക് ജയിക്കാൻ ഏറ്റവും നല്ല അവസരം. രാഷ്ട്രീയമായി നല്ല എതിരാളികളില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ ജനകീയതയും ഒരു പിഷാരടിയുടെ ഗ്ലാമറും മറികടക്കേണ്ടതുണ്ട്. അതും മറികടക്കാൻ പറ്റിയ ശോഭ സുരേന്ദ്രൻ ആദ്യമായിട്ട് പാലക്കാട് ഒരു MLA BJPക്ക് ലഭിക്കുന്നു പറയാൻ വേണ്ടി പറ്റും.